ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്കപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ചക്കപ്പഴം തീരാറായ സീസണാണ് അല്ലേ? അപ്പോൾ ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതിനു വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/2 കിലോ ചക്കപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കാം. അതിനുശേഷം ഇത് ഒന്ന് പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. വല്ലാതെ ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 1/2 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ പാത്രം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉരുക്കിയ ശർക്കര ഒരു തരിപ്പിൽ കൂടെ അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ചക്കപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയേ. നമ്മൾ ചക്കപ്പഴം മിക്സിയിൽ ജാറിൽ അരച്ചെടുക്കുമ്പോൾ വല്ലാതെ ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് കഷ്ണങ്ങളോട് കൂടി അരച്ചെടുക്കുമ്പോൾ നമുക്ക് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് അല്പം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അവിലൊന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ജീരകപ്പൊടിയും 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി കിട്ടണേ. അവസാനമായി ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകമായിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഈ ഒരു കൂട്ട് തണിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഉണ്ട പിടിക്കാൻ പറ്റുക. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3/4 ടീസ്പൂണ് എള്ള് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വല്ലാതെ ലൂസാകാനും പാടില്ല, അതേമാതിരി വല്ലാതെ ടൈറ്റ് ആകാണ്ട ആവശ്യവുമില്ല കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. വല്ലാതെ ലൂസാകാനും അതേമാതിരി വല്ലാതെ കുറുകിയിരിക്കേണ്ട ആവശ്യവുമില്ല. ഇനി നമ്മൾ തണിയാൻ വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് തണിഞ്ഞ് വന്നിട്ടുണ്ട്. കൈയുടെ ഉള്ളം കൈയിൽ കുറച്ച് എണ്ണ തടവിയ ശേഷം ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ മുക്കിയിട്ട് അപ്പോൾ തന്നെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി മുക്കിയ ശേഷം അധിക നേരം വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ എണ്ണ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നന്നായിട്ട് എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഓരോ ഉരുളകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി വല്ലാതെ വേവേണ്ട ആവശ്യമില്ല കേട്ടോ. 2 വശവും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതേമാതിരി ഇത് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയേ. ഇപ്പോൾ എല്ലാതിൻ്റെയും ഒരു വശം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മറുവശവും ഇതേമാതിരി തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അധികം എണ്ണയൊന്നും കുടിക്കാത്ത ഒരു ചക്കപ്പഴത്തിൻ്റെ പലഹാരമാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചക്കപ്പഴം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഈ ഒരു പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്.
വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.